അയാളുണ്ടാക്കിയ കുത്തുബിയത്തിലൊരു വരി, യാ ഖുതുബാഹിലിസ്സമാ വൽഅർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം ബഗൈസഹുമാ യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയദ്ദീനി. ആകാശഭൂമിയുടെ ഖുതുബും ഗൗസുമായ മഹാനവറുകളെ, മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് കേട്ടോ. എന്താ മുഹീദ്ദീൻ ശൈഖിന്റെ വിശേഷണം പറഞ്ഞത്? ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. മുഹീദ്ദീൻ ശൈഖിന്റെ വിശേഷണം എന്തൊക്കെയാണ്? ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാൻ. ഇത് ഇസ്ലാമാണോ? മക്കയിലെ മുശ്രിക്കിന് വരെ വിശ്വാസമുണ്ടോ? മുശ്രിക്കിനോട് വരെ ചോദിക്കുന്നു, ആരാണ് മഴ തരുന്നത്? അവൻ പറയാ അല്ലാഹ്. ഇവരെവിടെ എത്തി? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചോദിച്ചത്? നമ്മളോട് പറയുന്നു, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതെങ്ങാനും അള്ളയൊന്ന് വറ്റിച്ചാൽ നിങ്ങൾക്കാരുണ്ടോ ശുദ്ധമായ വെള്ളം കൊണ്ടുവന്ന് തരാൻ? റബ്ബിന്റെ വെല്ലുവിളി. ഇവര് വേണമെങ്കിൽ പറയും ഇതിശേക്കുണ്ട്. അള്ള വീണ്ടും ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ വെള്ളം കാർമേഘത്തിൽ നിന്ന് താഴോട്ടിറക്കിയത് നിങ്ങളാണോ അതോ നാമാണോ? അല്ലാഹുവിന്റെ ചോദ്യം. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹ് ഇറക്കുന്നത് വേറൊരാൾക്ക് അതിന് കഴിയൂല. അങ്ങനെ മുഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് സുഹൃത്തുക്കളെ അങ്ങനെ പറഞ്ഞിട്ട് കുത്തുബിയത്ത് പരിഭാഷയും വിശദീകരണവും പാറന്നൂർ PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, മദീന ബുക്ക് സ്റ്റാൾ, നരിക്കുനി, കോഴിക്കോട്. അള്ളാഹുവിന്റെ സ്ഥാനം മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കൊടുത്താൽ അത് കൊടുക്കുന്നവനാരായി? മുശ്രിക്കായി അല്ലേ? അള്ളാഹുവിന്റെ സിഫത്തുകളിൽ ഏതെങ്കിലും ഒന്ന് സൃഷ്ടിക്ക് വകവച്ചു കൊടുക്കൽ ശിർക്കാണ് എന്ന് മൗലവിമാര് സമ്മതിക്കുന്നുണ്ട്. എന്നാ കേട്ടോ, യാ കുതുബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ യാ ഇബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയദ്ദീനി. അതിന്റെ അർത്ഥം അദ്ദേഹം തന്നെ ഈ പാളയിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാം. സാരം: ആകാശഭൂമിയുടെ കുത്തുബും കേന്ദ്രബിന്ദു ഗൗസുമായ മഹാനവറുകളെ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. ഉന്നതരായ രണ്ട് വ്യക്തികളുടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അലിയുടെയും മകനെ, ഇരുവരുടെയും അനന്തര സ്വത്ത് ഇൽമു സംഭവിച്ചിരിക്കുന്നു. വിളിക്കപ്പെടുന്നവരിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ. എങ്ങനെ കേട്ടോ? അപ്പൊ മഴ പെയ്യിപ്പിക്കുന്നത്, അരുവികൾ ഒഴുക്കുന്നതൊക്കെ മുഹിയുദ്ദീൻ ശൈഖാണ് എന്ന് പറഞ്ഞാല് ഇത് എഴുതിയാനുള്ള സ്ഥാനം എന്താ സഹോദരങ്ങളെ? വിശ്വസിക്കാതെ എഴുതൂലല്ലോ. നോവൽ എന്തായാലും ഇങ്ങനെ എഴുതിയില്ലല്ലോ. വിശ്വസിച്ചുകൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അരുവിയും മഴയും വർഷിപ്പിക്കുന്നത് അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അള്ള ചോദിച്ചതാണ്, നിങ്ങളാണോ മേഘത്തിൽ നിന്നും ആ മഴ ഇറക്കുന്നത്, അതല്ല നാമാണോ മഴ ഇറക്കുന്നത്? പാറന്നൂർ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന സാധനം പറയുന്നു, മഴ പെയ്യിക്കുന്നത് മുഹിയുദ്ദീൻ ശൈഖാണെന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകമേ, മുസ്ലിം സമൂഹമേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാധനം പിടിക്കുന്ന കൈ നരകത്തിൽ പോകും. എന്നിട്ട് അതിനൊരു വിശദീകരണം കൊടുത്തേക്കാം, കുറിപ്പ് കൊടുത്തേക്കാം. മഹാനായ ഹിളർന്ന് എഴുതിയേക്കണ പറയുന്നു, ഭൂമുഖത്തെപ്പോഴും 300 ഔലിയാക്കളും
70 നുജവാക്കളും 40 ഔത്താദീങ്ങളും 10 നുഖബാവും 7 ഉറഫാവും 3 മുഖ്താറുകളും 1 ഖുത്ബും ഔസും ഉണ്ടായിരിക്കും. കൂട്ടത്തിൽ കുറെ ഖുറാഫി മൂല്യന്മാരും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ യോജിക്കും. പാറന്നൂര് പി മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ ഖുത്ബിയ്യത്ത് പരിഭാഷയും വിശദീകരണവും എന്ന പുസ്തകത്തിന്റെ 10ാമത്തെ പേജിൽ നിന്നുമാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് വായിച്ചു.